ശ്രീ DK മുരളി, അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സർ, ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ച എല്ലാ ധനാഭ്യർത്ഥനകളെയും അനുകൂലിക്കുകയാണ്. കേന്ദ്രം ഏർപ്പെടുത്തുന്ന വലിയ സാമ്പത്തിക ഉപരോധത്തിനിടയിലും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ജാഗ്രതയാണ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ പുലർത്തിയിട്ടുള്ളത് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. എന്തെല്ലാം വെട്ടിക്കുറവുകളാണ് സാർ കേന്ദ്രം നടത്തിയിട്ടുള്ളത്. വായ്പാ അനുമതിയുടെ കുറവ് മുഖാന്തരം 19,000 കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടു. റവന്യൂ ഗ്രാൻറ്റിൻ്റെ കുറവ് 8,400 കോടി രൂപ. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതോടുകൂടി 12,000 കോടി രൂപ. നികുതി വിഹിതക്കുറവ് 3.58% നിന്ന് 1.925% ഭാഗമായി 18,000 കോടി രൂപ. ഇതെല്ലാം ഈ കേരളത്തിന് നഷ്ടപ്പെട്ട തുകകളാണ് സർ. കേരളത്തിൻ്റെ വികസനത്തിനും ക്ഷേമപ്രവർത്തനത്തിനും പ്രയോജനപ്പെടുത്തേണ്ട തുക. നിങ്ങൾക്കിതിൽ പ്രതിഷേധമില്ലേ? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ആരുടെയും പ്രസംഗത്തിൽ, പുറത്ത് നിങ്ങൾ കൊണ്ടുപിടിച്ച് നടത്തുന്ന ക്യാമ്പയിനുകളിൽ ഇതൊന്നും വരാറില്ലല്ലോ സാർ. എന്താ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശിക ഒന്ന് പരിശോധിക്കണം. UGC ശമ്പള പരിഷ്കരണ കുടിശ്ശിക 750 കോടി. നഗരവികസന ഗ്രാൻറ്റ് 546.45 കോടി. ഗ്രാമവികസന ഗ്രാൻറ്റ് 1008 കോടി. നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള ഭക്ഷ്യഭദ്രതാ കുടിശ്ശിക 790 കോടി. വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് 138 കോടി. ക്യാപിറ്റൽ ഇൻഡെക്സ് സ്പീക്കേഴ്സ് അസിസ്റ്റൻസ് 1925 കോടി. GST നഷ്ടപരിഹാരം 511. തൊഴിലുറപ്പ് കുടിശ്ശിക ഇപ്പോൾ അടുത്ത ദിവസം വന്ന കണക്കാണ് സാർ, 800 കോടി. അങ്ങനെ 6,468 കോടി രൂപ ഈ കേരളത്തിന് നഷ്ടപ്പെടുകയാണ് സാർ. ഇതിലൊന്നും പ്രതിഷേധിക്കുന്നില്ല നിങ്ങൾ. എന്താ നിങ്ങളുടെ ഒരു സമീപന രീതി? പ്രതിപക്ഷത്തിൻ്റെ കേരളം തകർന്നോട്ടെ എന്നാണ്. കേരളം തകർന്നാൽ മാത്രമേ നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയൂ എന്ന ഒരു വിഡ്ഢിത്തരമാണ് നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്നത്. ഇത് മാറണ്ടേ സാർ? അധികാരത്തിൽ വരാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്ന, അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച് തർക്കം നടക്കുന്ന നിങ്ങൾക്ക് കേരളത്തിൻ്റെ വികസനത്തിലും ക്ഷേമത്തിലും താല്പര്യമില്ല എന്ന് തെളിയിക്കുന്ന സമീപനമല്ലേ സാർ നിങ്ങളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൻ്റെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ ന്യായീകരണമുണ്ട്. എന്താണ്? നിങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, കോട്ടങ്ങളിലേക്ക് വരണം, എങ്കിൽ സഹായിക്കാമെന്നാണ്. എന്താ സാർ നമ്മൾ ഉണ്ടാക്കേണ്ട കോട്ടങ്ങൾ? മാതൃ ശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ. ആ നിരക്ക് കൂട്ടണമെന്നാണോ ഈ മന്ത്രി പറയുന്നത് ആനുകൂല്യം കിട്ടാൻ? സാർ, ഓരോ കാര്യവും എടുത്താൽ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നേട്ടങ്ങളെല്ലാം നിർത്തിവെക്കണമെന്നാണോ ഈ മന്ത്രി പറയുന്നത്? ഈ സമീപനത്തെയാണോ കേരളത്തിൽ UDF അനുകൂലിക്കുന്നത്? ഇവിടെ ചില വാചകങ്ങളെല്ലാം പറയുന്നത് കേട്ടു. നിങ്ങൾക്ക് ഇന്ത്യയിൽ പൊതുവിൽ BJPയെ ഭയമാണ്. BJPയുടെ B ടീമായി ഇന്ത്യയിൽ കോൺഗ്രസ് മാറുന്ന ഒരു അധപ്പതനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും BJPക്ക് പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ അധികാരത്തിലെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു സംസ്ഥാനമുണ്ടല്ലോ സാർ, ഡൽഹി. ആം ആദ്മി പാർട്ടിയായിരുന്നു ഡൽഹിയിലെ ഭരണത്തിൽ. കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഒരു സംസ്ഥാനം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് AAP. ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ AAPയെ സഹായിക്കാൻ കോൺഗ്രസ് എന്ത് സമീപനമാണ് എടുത്തത്? അവിടുത്തെ റിസൾട്ട് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവില്ലേ? ഡൽഹി അസംബ്ലി തിരഞ്ഞെടുപ്പ് ഫലം നമുക്കൊന്ന് പരിശോധിക്കണം. 14 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി കാരണമാണ് ആം ആദ്മി പാർട്ടി, അവിടുത്തെ ഭരണകക്ഷിയായ പാർട്ടി, തോറ്റുപോയത്. അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ തോൽക്കുന്നത് 4,089 വോട്ട്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് നേടിയത് 4,568 വോട്ടാണ് സാർ. തിമാർപൂറിൽ BJP ഭൂരിപക്ഷം 1,168, കോൺഗ്രസ് നേടിയത് 8,361. നൻഗോളായ് ജാട്ട് BJP ഭൂരിപക്ഷം 2,651, കോൺഗ്രസിന് കിട്ടിയത് 32,028. രജീന്ദർ നഗർ, ജാൻപുര, കസ്തൂർബ, മാൾവിയ, മഹ്റൗളി, ചദർപൂർ, സംഗം വിഹാർ, ഗ്രേറ്റ് കൈലാഷ്, മുസ്തഫാബാദ്,
ബാഡലി, മുണ്ടക്, ത്രിലോക്പുരി ഇങ്ങനെ 14 മണ്ഡലങ്ങളിൽ AAP തോറ്റുപോയത് കോൺഗ്രസ് മത്സരിച്ചതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ BJP സഹായിക്കുകയല്ലേ? അതിന് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ കൊണ്ടോട്ടി അംഗം അധ്യാപകനാണ്, എൻ്റെ സുഹൃത്തുമാണ്. സാധാരണഗതിയിൽ മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലുമാണ്. ഇന്ന് എന്ത് പറ്റി? പ്രത്യേകിച്ച് റംസാൻ മാസത്തിൽ ഇതൊക്കെ പറയാമോ? ഇങ്ങനെയൊക്കെ പറയാമോ? ഈ കേരളത്തിൽ കണ്ണടച്ചുകൊണ്ടാണോ ഇവരൊക്കെ കാണുകയും നടക്കുകയും ചെയ്യുന്നത്? എന്തുമാത്രം പുരോഗതിയാണ് നമുക്ക് ഈ PWD രംഗത്ത് കൈവരിക്കാനായത് എന്നത് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും സാർ. ദേശീയപാത വികസനത്തെ സംബന്ധിച്ച് നമ്മൾ എടുക്കൂ. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതുകൊണ്ട് 2013 ദേശീയപാത അതോറിറ്റി കേരളത്തെ ഡീനോട്ടിഫൈ ചെയ്തത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ? ആ ദേശീയപാതയുടെ വികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ UDFന്റെ സമീപനം? ദേശീയപാതയുടെ നിർമ്മാണം തടയുമെന്നാണ്, വേണ്ടി വന്നാൽ തടയും എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു സമരത്തിൽ പോയി പ്രസംഗിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ഈ ദേശീയപാത വികസനം പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. എന്താ UDFന്റെ ആഗ്രഹം? ഇത് തടസ്സപ്പെടണം. ഇത് ക്രമാനുഗതമായി മുന്നോട്ട് പോയാൽ ഞങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുമെന്നല്ലേ പറയുന്നത്? ഇത് കേരളം അംഗീകരിക്കുന്ന സമീപനമാണോ സാർ? ഇതാണ് കേരളം നോക്കിക്കാണുന്നത്. ഇത്തരത്തിൽ ഒരു സമ്മേളനത്തെ തെറ്റായി നോക്കിക്കാണുന്ന രീതി ആർക്കും ഗുണം ചെയ്യുന്നതല്ല. PWD മിനിസ്റ്റർ നിങ്ങൾക്കിങ്ങനെ ഒരു സമ്മേളനം നടത്താൻ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചു എന്നാണ്. വെല്ലുവിളിക്കില്ലേ ആരായാലും? നടത്താൻ കഴിയുമോ നിങ്ങൾക്ക്? സർ, 5 ലക്ഷം പാർട്ടി അംഗങ്ങളെ അങ്ങ് സംസാരിച്ചോ, അതിനുശേഷം സംസാരിക്കാം. 5 ലക്ഷം പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ 22 വയസ്സുകാരനായ സന്ദീപ് കൃഷ്ണ മുതൽ വന്ധ്യവയോധികനായ പാലൊളി മുഹമ്മദ് കുട്ടി ഉള്ളവർ വരെ പങ്കെടുത്ത ഒരു സമ്മേളനം. 600ഓളം വരുന്ന പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം. ഈ കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് സാർ. കേരളത്തിൽ ഭരിക്കുന്ന ഒരു കക്ഷി എന്ന നിലയിൽ നവകേരളത്തിൻ്റെ പുതിയ വഴികളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊരു പബ്ലിക് ഡോക്യുമെൻ്റായി മുഖ്യമന്ത്രി തന്നെ പൊതുസമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സാർ, മനസ്സിലാക്കാനുള്ളത് 4 ദിവസം നടന്ന ഈ സമ്മേളനത്തിൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ 22 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ മുതൽ പ്രായാധിക്യമുള്ള പാലൊളി വരെയുള്ളവരിൽ ഒരാളും വ്യാജ ID കാർഡുമായി വന്നവരല്ല. ജനങ്ങളുടെ പ്രതിനിധിയാണ്, പ്രതിനിധികളായി വന്നവരാണ്.